മിസ്റ്റർ സലീം സാർ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടർ ഓടിച്ചാൽ, വാഹനം ഓടിച്ചാൽ 5000 രൂപ പിഴയെന്ന് ഒരു നിയമം ഉണ്ടാക്കി. ഞാനിവിടെ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചു, എനിക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥര് 5000 രൂപ പിഴയിട്ടു. ഞാനിവിടെ കീഴ്ക്കോടതിയിൽ പോയാലും ഹൈക്കോടതിയിൽ പോയാലും എനിക്ക് കാശുണ്ട്, അഹങ്കാരം ഉണ്ടിച്ചിട്ട് സുപ്രീം കോടതിയിൽ പോയെന്ന് പറഞ്ഞാലും ഈ ഒരു നിയമം നിലനിൽക്കെ അത് ആ ഒരു ഫൈൻ മാറ്റാനോ അതിൽ കുറയ്ക്കാനോ സാധിക്കില്ല എന്നതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ട്രൈബ്യൂണൽ എടുത്ത ഇതിനെതിരെ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാം, അല്ലാതെ ഫർദറായിട്ടുള്ള മറ്റൊരു കാര്യത്തിന് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ നിയമം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കരട് മാത്രമാണ്. അത് JPC മുന്നിൽ എത്തിയിരിക്കുന്ന പലവിധ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ കൂടെ അഭിപ്രായങ്ങളുമായിട്ടായിരിക്കും ഈ ബില്ല് വീണ്ടും എത്തുക. താങ്കൾ പറഞ്ഞൊരു കാര്യം കളക്ടർ മാത്രമാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, കളക്ടർ മാത്രമല്ല, അത് കോടതിയിലും നിശ്ചയിക്കും. സിവിൽ കോടതികളിലായിരിക്കും നിശ്ചയിക്കുക. ഇവിടെ ഇപ്പൊ ഈ നിയമം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥ അവകാശം എങ്ങനെയാണ് ഈ ഭൂമിയുടെ വഖഫ് അവകാശം വന്നത് എന്നുള്ളത് വഖഫ് ബോർഡ് കൂടെ തെളിയിക്കേണ്ടതായിട്ട് വരും, കോടതിയിൽ തെളിയിക്കേണ്ടതായിട്ട് വരും. അവിടെ ഇവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞതിനെതിരെ ഈ ജനങ്ങൾക്ക് മുൻപത്തെ ജനങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. ഈ കേസ് തീർപ്പാകുന്നത് വരെ തൽസ്ഥിതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, തൽസ്ഥിതി തുടരണം, അവരുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞിരിക്കുന്നത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കളക്ടർ മാത്രമല്ല ഇത് തീരുമാനമെടുക്കുന്നത്. ശ്രീ ജയസൂര്യൻ, ഇതിലുള്ള മറുപടി താങ്കൾ കൂടി. തീർച്ചയായിട്ടും ശാശ്വതമായി പരിഹരിക്കുക തന്നെ ചെയ്യും. കാരണം വഖഫ് ബോർഡ് തെളിയിക്കണം ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയല്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് സത്താർ സേട്ടിന്റെ ചെറുമകളുടെ ഭർത്താവായിട്ടുള്ള സിദ്ദിഖ് സേട്ടിലേക്ക് ഇത് എങ്ങനെ എത്തിയെന്നും ഒരു നിമിഷം ശ്രീ സലീം മടവൂർ, താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് അവർ ഉത്തരം നൽകുന്നത്. അത് കേട്ടതിന് അതെ, സ്റ്റേ വാങ്ങി കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് അവരുടെ റവന്യൂ അവകാശങ്ങൾ തടയപ്പെടില്ല. വീണ്ടും കേരളത്തിലുള്ള കോടതികളിൽ പോകാതെ പറയുന്നത് അങ്ങനെയാണോ പ്രശ്നം പരിഹരിക്കുക? അവരുടെ റവന്യൂ അന്തിമ വിധി വരുന്നത് വരെ. ശ്രീ സലീം മടവൂർ, നിയമപരമായി പോകുന്നതിൽ എന്തിനാണ് താങ്കൾക്ക് എതിർപ്പ്? ശരി, താങ്കളിലേക്ക് എത്താം. ശ്രീ ജയസൂര്യൻ കെവിൻ പീറ്റർ ഇപ്പൊ പറയുന്നത് കോടതി പോകാന്നാണ്, അങ്ങനെയാണോ? ശ്രീ സലീം മടവൂർ, ഒന്ന് കേൾക്കൂ, ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. അതായത് 2 പരിഹാരങ്ങൾ ഇതിന് വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, കൃത്യമായിട്ടുള്ള ഡാറ്റാ ബാങ്ക് വെച്ച് ഈ ഇന്ത്യയിലെ മുഴുവൻ വഖഫ് ഭൂമികളും സ്വത്തുക്കളും കേന്ദ്ര രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നിയമം കൊണ്ടുവരുമ്പോൾ 1954 4.5 ലക്ഷം ഏക്കർ മാത്രമുണ്ടായിരുന്ന വഖഫ് ഭൂമി ഇപ്പോൾ 2023 9.4 ലക്ഷമായ ഞാൻ താങ്കൾ തടസ്സപ്പെടുത്തരുത്. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചില്ല. ബഹളം കൂട്ടരുത്. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലാണ് ഞാൻ മറുപടി പറയുന്നത്. പറയുന്നത് വരെ താങ്കൾ സഹിക്കും. 2 കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ഞാൻ പറയാം. ഒന്ന്, ഇതിന് രജിസ്ട്രി ഉണ്ടാക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഭേദഗതിയിൽ. ആ രജിസ്ട്രി ഉണ്ടായി കഴിയുമ്പോൾ 1954 4.5 ലക്ഷം ഭൂമി ഉണ്ടായിരുന്നത് 2023 9.5 ലക്ഷം ഭൂമിയായത്, ഏക്കർ ഭൂമിയായത്. നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? എന്താ മറുപടി? പിന്നെ കൃത്യമായ മറുപടിയാണല്ലോ ഞാൻ പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം, രജിസ്ട്രി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇതിന്റെ തീർപ്പ് കൽപ്പിക്കാൻ ജില്ലാ കളക്ടർ അടക്കമുള്ള ഒരു ബോർഡ് വരുന്നുണ്ട്. ആ ബോർഡിൽ ജില്ലാ കളക്ടറുണ്ട്, റവന്യൂ അധികാരിയുണ്ട്. അവർക്ക് അവിടെ തർക്കം പരിഹരിക്കാൻ അവസരമുണ്ട്. ഈ തർക്കത്തിന്മേൽ വീണ്ടും തർക്കം വരികയാണെങ്കിൽ 90 ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയെ സമീപിച്ചാൽ 6 മാസത്തിനകം തീരുമാനമുണ്ടായിരിക്കണം. ആ തീരുമാനം അന്തിമമായിരിക്കും. അല്ലാതെ വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനമല്ല അന്തിമമായി വരുന്നത്, ഇന്ത്യൻ കോടതിയുടെ തീരുമാനമായിരിക്കും അന്തിമം. അത് സിവിൽ കോടതിയാണ് സാർ, വഖഫ് ട്രിബ്യൂണൽ എല്ലാം
നിങ്ങൾ കളവാണ് അത് പറയുന്നത്. ട്രൈബ്യൂണലാണ്, വഖഫ് ട്രൈബ്യൂണലാണ്, അത് വേറെയാണ്. നിങ്ങൾ അത് കൂട്ടിക്കുഴയ്ക്കുക, ആളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നുണയാണ് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതല്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. രാജൻ തട്ടിലാണ് കോഴിക്കോട് നിങ്ങൾ കളവ് പറയുന്നു, അത് അവസാനിപ്പിക്കും. വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. അതെ, അത് മുസ്ലിമാണോ? മുസ്ലിമാണോ? രാജൻ തട്ടിലാണ്. നിങ്ങൾ ഇങ്ങനെ ബന്ധുക്കൾ പറഞ്ഞോട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നടക്കുന്ന കാര്യമാണല്ലോ. കോഴിക്കോട് ട്രൈബ്യൂണല് രാജൻ തട്ടിലാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല. തിരുച്ചന്തറ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് മനസ്സിലാവും.